ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പശു ചത്തു കഴിഞ്ഞിട്ട് ഇന്ന് ആദ്യമായിട്ടൊരു വീഡിയോ എടുക്കുവാണ്. വീഡിയോ ഒന്നും എടുക്കാൻ ഒരു മൂഡില്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. നമുക്ക് ഭയങ്കര വിഷമമായിപ്പോയി ആ കാര്യം കഴിഞ്ഞ്. പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ ചെടി കാണിച്ചു തരാനായിട്ടാണ് പോകുന്നത്. ചെടി ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ഇസഡ് പ്ലാന്റ്. ഇത് കണ്ടില്ലേ, ഓരോ ചെറിയ ചെടിയാണേ. അതിൻ്റെ അകത്തുനിന്ന് ഈ ചെറിയ രണ്ട് ഇലക്കകത്തുനിന്ന് ഒരു പുതിയൊരു സ്റ്റമ്പ് കയറി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റമ്പ് ഈ കാണുന്ന ചെടിയിൽ നിന്നും ഉണ്ടായി വന്നതാണ്. കണ്ടോ, ഇത്രയും വലിപ്പമായി. ഇതൊരുപാട് ആഗ്രഹിച്ച് നടന്ന ഒരു ഇതായിരുന്നു. ഒരു ചെടിയാണ്. പലയിടത്തും കാണുമ്പോൾ നമുക്കിത് വേണമെന്ന് വിചാരിക്കും, പക്ഷേ അത് അവരോട് ചോദിക്കാനൊക്കെ മടി. പിന്നെ നഴ്സറിയിൽ നിന്ന് മേടിക്കണമെങ്കിൽ നല്ല വിലയാകുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാനും നോക്കിയില്ല. എവിടെയെങ്കിലും കാണുമ്പം എവിടുന്നെങ്കിലും അത് മേടിച്ച് കളക്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നഴ്സറിയിൽ നിന്നാണെങ്കിലും മേടിക്കാതിരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ചെടി കാണുമ്പോഴത്തേക്കിനും. നമ്മൾ ഈ യൂട്യൂബിനകത്ത് വീഡിയോസിലൊക്കെ ഒരുപാട് കാണാറുണ്ട് ഈ ചെടികളെ പറ്റിയിട്ടും, പിന്നെ നഴ്സറികളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ തൊട്ട് ഇത് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മൂക്കെ കണ്ടോ ഒരു പാട്. എന്നാണെന്നറിയാമോ? പച്ചമാങ്ങയുടെ ചൊന തെറിച്ചതാണ്. അതിൻ്റെ ഒരു തണ്ടുണ്ടായിരുന്നു. ആ തണ്ട് ഇങ്ങനെ അടത്തിയപ്പോഴത്തേക്കിനും അത് ചീറ്റി തെറിച്ച് കണ്ണി വീഴാത്ത ഭാഗ്യം മൂക്കയിലേക്കും ചുണ്ടയിലേക്കാണ് വീണു. ചുണ്ടയിൽ അങ്ങനെ പൊള്ളിയിട്ടില്ല, പക്ഷേ മൂക്കൽ ശരിക്കും വീണു. എന്നാലത് കണ്ണിലെങ്ങാനും തെറിച്ചിരുന്നെങ്കിൽ എൻ്റെ കാര്യം ഓക്കെ ആയിനി. ഇപ്പം കണ്ണും പോയേനെ, കാഴ്ചയില്ലാതിരിക്കേണ്ടി വന്നേനെ. ഈ ചെടി എനിക്ക് കിട്ടിയതിന് പിന്നിലൊരു വലിയ കഥയുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഞാൻ ഇന്നും പോകുന്ന വഴിക്ക് ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഈ ചെടി ഒരിക്കൽ ധാരാളമായിട്ട് നിൽക്കുന്നത് കണ്ടു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് ഇത് കൂട്ടൊരു തണ്ട് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മഴയൊക്കെ പിടിക്കട്ടെ തരാമെന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചപ്പോഴും ആ ചേച്ചി എന്തോ പറഞ്ഞിട്ട് തരാനൊരു ഇഷ്ടമില്ലാത്ത പോലെ. എനിക്കങ്ങനെയാണ് തോന്നിയത്. ഞാൻ പിന്നെ ചോദിക്കാനും പോയില്ല. 2 തവണ ചോദിച്ചു, 2 തവണയും തന്നില്ല. പിന്നെ നമ്മളെല്ലായിടത്തും കാണുമ്പം ചിലയിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് ചോദിക്കാമെന്ന് തോന്നും, ചിലയിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാനായിട്ട് തോന്നാറില്ലല്ലോ. അങ്ങനെ ചോദിച്ചു, തന്നില്ല. പിന്നീട് അത് എവിടുന്നെങ്കിലും കിട്ടണം എന്നുള്ള ഒരിതായി. എന്നെ വാശിയെന്ന് പറയാൻ പറ്റത്തില്ല, കിട്ടണം എന്നുള്ളൊരു ത്വര അങ്ങനെയായി. അത് കഴിഞ്ഞിട്ട് ഈ ചെടി ഞാൻ ഓൺലൈനിലൊക്കെ തപ്പി, നല്ല വിലയാണ്. പിന്നെ നഴ്സറിയിലാണെങ്കിലും നല്ല വിലയുള്ള ചെടി തന്നെയാണ്. അപ്പോൾ എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ, മീനുവിൻ്റെ പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പാലയിലൊരു ആശുപത്രി പോയപ്പം അവിടെ ഇത് കൂട്ട് 3-4 ചട്ടിയിൽ എൻ്റെ ഈ ഹോസ്പിറ്റലിൻ്റെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇത് മുറിച്ചെടുക്കാമെന്നുള്ള ഒരിതിൽ ഞാൻ പോയിട്ട് അത് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കിനും ഇതിങ്ങനെ വിട്ടുപോരുകയില്ല. ഈ തണ്ടെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള തണ്ടാണ്, പക്ഷേ ഇതിങ്ങനെ ഒടിഞ്ഞു പോരുന്ന തണ്ടല്ല, ചതഞ്ഞ് ഇരിക്കത്തേ ഉള്ളൂ ആ തണ്ട്. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ബ്ലേഡോ കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമേ അത് ഇങ്ങോട്ടേക്ക് നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം ഞാൻ വലിയ വിഷമിച്ചു. ഇത് എടുക്കാൻ പറ്റത്തില്ല. പിരിച്ചു നോക്കിയിട്ടും അത് പിരിയുന്നതല്ലാതെ അത് ആ ചെടിയിൽ നിന്ന് വിട്ടു പോരുന്നില്ലായിരുന്നു. അത് ഞാൻ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നോക്കുമ്പം അവിടെ CCTV ക്യാമറയൊക്കെ ഇരിപ്പുണ്ട്. അയ്യോ, ഇത് പൊട്ടിച്ചോണ്ട് പോയാൽ അവർ കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നു, വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊരു ഐഡിയ തോന്നി. ഇത് നമ്മളിങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ കാണാറുണ്ടല്ലോ, ഇതിൻ്റെ ഇല വെച്ചാൽ കിളുക്കും, പുതിയ ചെടികളാവും എന്നുള്ള ഒരു വീഡിയോ ഒക്കെ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഇല കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് പിടിപ്പിക്കാനായിട്ട് ചുമ്മാ നോക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ 3-4 ഇല ഞാൻ അവിടുന്ന് അടത്തിക്കൊണ്ട് പോകുന്ന ഇലകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് താത്തി വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. അത് നല്ലൊരു വേനൽക്കാലമായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെങ്ങാണ്ടാണ് അത് കൊണ്ടുവന്നത്. കുറേ ദിവസം കഴിഞ്ഞിട്ടും ഈ ഇല അങ്ങനെ പച്ചപ്പ് മാറാതെ ഇരിപ്പുണ്ട്. എന്നാൽ അതിന് കിളിപ്പ് വരുന്നോ യാതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്തു, കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടും ഇത് ആ ഇലയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അത് കരിഞ്ഞു പോകുന്നുമില്ല, പഴുത്തു പോകുന്നുമില്ല. ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ആ ഇല ഇങ്ങനെ വലിച്ചൂരി നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ
തണ്ടുണ്ടല്ലോ, തണ്ടിൻ്റെ അറ്റത്ത് കുറേ അധികം വേരുകൾ, നല്ല നീളത്തിൽ വെളുത്ത വേരുകൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുക. പിന്നെ ഒരു ചെറിയൊരു മുഴയുണ്ട് അതിൻ്റെ അറ്റത്തായിട്ട്, ഒരു ചെറിയൊരു മുഴ, ഒരു വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇതെന്നാ കിളുക്കാനുള്ള പരിവായിരിക്കും എന്ന് കരുതിയിട്ട് ആ ചെടിച്ചട്ടിക്കകത്തോട്ട് തന്നെ പിന്നെ അത് മാന്തി വെച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിന് 2 ഇല, ഒരിലയുടെ സ്ഥാനത്ത് 2 ഇലയുണ്ടായി. 2 ഇലയായിട്ടും ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ നിൽക്കുക. ഞാൻ ഈ ചാണകമൊക്കെ കലക്കി, ചെറുതായിട്ട് ഇച്ചിരിയൊക്കെ ചാണകമൊക്കെ കലക്കി അതിൻ്റെ ചൂട്ടിക്കൂടെയൊക്കെ ഒഴിക്കുമായിരുന്നു. എന്നിട്ടും അതിന് വലിയ പുരോഗതിയൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ദിവസം മുമ്പാണ് അതിൻ്റെ ചുവട്ടിൽ ഒരു കൂർത്ത ഒരിത്, എന്താ ഇനി പറയുന്നത്, കൂർത്ത, നമ്മുടെ ഈ മുളയൊക്കെ മുളയ്ക്കുമ്പം കാണാൻ മേലെ കൂർത്ത് നിൽക്കുന്നത് ഒരു തളിരുണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു ഇതുണ്ടായി വന്നു. അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല വലിപ്പത്തിൽ അത് ഒത്തിരി പൊക്കം വെച്ചു. എന്നിട്ട് അതിൻ്റെ ഇലയെല്ലാം നന്നായിട്ട് വിടർന്നു നല്ല നീറ്റായിട്ടുള്ള, നല്ല ഈ കാണുന്ന പോലെയുള്ള നല്ല ഇലയായിട്ട് വന്നു. കണ്ടില്ല അതിൻ്റെ ആ ഇലയുടെ പച്ചക്കളർ കണ്ടോ? അതിൻ്റെ ആ പഴയ ഇലയുടെ കളറ് നല്ല കരിമ്പച്ച, അതിന് രണ്ടാമതിപ്പം പുതിയതായിട്ട് വന്നത് നല്ല ഇളം പച്ചക്കളറുമാണ്. ഇതിപ്പോൾ ഉണ്ടായിട്ടൊരു 2-3 ദിവസത്തിൽ കൂടുതലായിട്ടില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അതിൻ്റെ അപ്പുറയുള്ള ആ ഇലക്കകത്തൊന്നും അതുപോലെ തന്നെ വരുന്നത്. ആദ്യം ഇങ്ങനെയാണ് വന്നത് കേട്ടോ. ഞാൻ അന്നേരം ഇത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലായില്ലായിരുന്നു. ഇങ്ങനെയാണ് ഇത് വളർന്നു വരുന്നത്. ഇനി ചെടിച്ചട്ടി മുഴുവനും ആവും. അന്നേരം നമുക്കിത് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് നേരത്തെയൊക്കെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെടികളൊന്നും അങ്ങനെ നോക്കാത്തത് കൊണ്ട് എനിക്കിപ്പോൾ ഒത്തിരിയൊന്നും ചെടികളൊന്നുമില്ല. നേരത്തെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു, ചെറുതിലേ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരുപാട് ചെടികളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചായിരുന്നു. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ചെടി ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചുകൊണ്ട് പോരുകയും ചെയ്യും. ഇവിടെ വന്ന് ചോദിക്കുന്നവർക്കെല്ലാം ചെടി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവമാണ്. എവിടെയെങ്കിലും നല്ല നല്ല ചെടികൾ കണ്ടാൽ ഞാനത് വാങ്ങിക്കൊണ്ട് വന്ന് ഞാൻ നട്ട് കഴിഞ്ഞ് അതിൻ്റെ 1-2 കമ്പും കൂടെ കൊണ്ടുവന്നിട്ട് വേറെ ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഒരു രീതി എനിക്കുണ്ടായിരുന്നു പണ്ട് തൊട്ടേ. പിന്നെ പറയുകയാണെങ്കിൽ ഈ വിത്തുകളൊക്കെ പാവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ മരങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവർക്കും കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മളോട് ആരെങ്കിലും ചെടിയൊക്കെ ചോദിച്ചു വരുവാണെങ്കിൽ ചെടിയൊക്കെ കൊടുക്കാനായിട്ട് നോക്കണം എല്ലാവരും. അല്ലെങ്കിൽ അത് അവർക്കൊരു വലിയ വിഷമമായിരിക്കും. എന്നാണേലും നമുക്ക് സാധനം കിട്ടി കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. സാധനം കിട്ടി, ഉദ്ദേശിച്ച ചെടി തന്നെ കിട്ടുകയും ചെയ്തു. അത് ഏത് രീതിക്കാണേലും നമ്മുടെ കയ്യിലത് വന്നു ചേരുമെന്നുള്ള അതിനുള്ള ഉത്തമ ഉദാഹരണമാണിത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.